ഡയമെൻഷൻ്റെ അപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഡയമെൻഷൻ്റെ പ്രധാനപ്പെട്ട 2 അപ്ലിക്കേഷൻസ് പരിചയപ്പെട്ടു കഴിഞ്ഞു. ഒന്ന്, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ ഡയമെൻഷനെ കൊണ്ട് പറ്റുമായിരുന്നു. രണ്ടാമത്, ഡിറൈവ് എ റിലേഷൻ, ഒരു ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ ഡയമെൻഷനെ കൊണ്ട് സാധിക്കുമായിരുന്നു. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളായ ചില ആളുകളുടെ മെഷർമെന്റ്സ് ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതാണല്ലോ വിക്ടേഴ്സ് ചാനലിൽ നമ്മൾ കണ്ടത്. പ്രധാനപ്പെട്ട മെഷർമെന്റ്സ് നമ്മൾ എടുക്കുന്നത് ഒന്ന് ലെങ്ത്തിലാണ്, ഒന്ന് മാസിലാണ്, ഒന്ന് ടൈമിലാണ്. വലിയ നീളങ്ങളും ചെറിയ നീളങ്ങളും നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെഷർമെന്റ്സ് ഓഫ് ഡിസ്റ്റൻസസ്, ലാർജ് ഡിസ്റ്റൻസസ് ആൻഡ് സ്മോൾ ഡിസ്റ്റൻസ്. വലിയ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യുവാനുള്ള ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആ മെത്തേഡിന്റെ പേരാണ് പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാം. പാരലാക്സ് മെത്തേഡ് വലിയ ഡിസ്റ്റൻസുകളെ മെഷർ ചെയ്യാനുള്ള ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഇറ്റ്സ് എ മെത്തേഡ് ടു മെഷർ ഡിസ്റ്റൻസ് ടു ഹെവൻലി ഓബ്ജക്ട്സ് ലൈക്ക് സ്റ്റാർസ്, പ്ലാനറ്റ്സ് എക്സെട്ര. പ്ലാനറ്റുകളിലേക്കും സ്റ്റാറുകളിലേക്കുമുള്ള അകലങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തെടുക്കുവാനുള്ള ഒരു മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ്. ഞാൻ എങ്ങനെയാണ് പാരലാക്സ് മെത്തേഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ചിത്രം വരച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിക്കാം. ഞാനിവിടെ വരച്ചിരിക്കുന്ന എർത്തിന്റെ ഒരു ഭാഗമാണ്. ഈ എർത്തിന്റെ സർഫസിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു പ്ലാനറ്റിനെയോ സ്റ്റാറിനെയോ ഒബ്സർവ് ചെയ്യണം. അതിലേക്ക് ഉള്ള അകലമാണ് എനിക്ക് കണ്ടെത്തേണ്ടത്. നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ലല്ലോ അത്രയും വലിയ ഡിസ്റ്റൻസ്. അതുകൊണ്ട് അത് മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ടാണ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ പ്ലാനറ്റിനെ ഞാൻ ഭൂമിയുടെ 2 പോയിന്റുകളിൽ നിന്ന് ഒബ്സർവ് ചെയ്യാം. ഒരു പോയിന്റ് ഞാൻ എ എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ പോയിന്റ് ഞാൻ ബി എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. ഒരു ടെലസ്കോപ്പ് പോലുള്ള ഡിവൈസ് വെച്ചുകൊണ്ട് പ്ലാനറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോ എയിൽ നിന്ന് പ്ലാനറ്റിലേക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്തപ്പോൾ എയിൽ നിന്ന് പ്ലാനറ്റിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഞാൻ ഡിസ്റ്റൻസിനെ രേഖപ്പെടുത്തുന്നത്. അതിന്റെ സിമ്പൽ ഡി ആയിട്ടാണ് കൊടുക്കുന്നത്. അതേ പ്ലാനറ്റിനെ ഞാൻ ഭൂമിയുടെ വേറൊരു പോയിന്റിൽ വെച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ഡിസ്റ്റൻസ് കാര്യമായ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് എന്ത് തന്നെയാണ്? ഡി തന്നെയാണ്. ഈ ഡിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ സർഫസിൽ ഒബ്സർവേഷൻ നടത്തിയ ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് സ്മോൾ ലെറ്റർ ഡി എന്ന് കൊടുക്കുകയാണ്. ഈ 2 ഒബ്സർവേഷനും ഒരേ പ്ലാനറ്റിനെ ആയതുകൊണ്ട് ആ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ഓഫ് ഒബ്സർവേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിളിനെ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? തീറ്റ എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. ഈ തീറ്റ എങ്ങനെ മെഷർ ചെയ്യാം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2 വെർട്ടിക്കലായുള്ള ഡോട്ടർ ലൈൻസ് കാണിച്ചിട്ടുള്ളത്. അത് പാരലൽ ആണ്. അങ്ങനെ ഒരു ഡോട്ടർ ലൈൻസ് കാണിച്ചതിന്റെ അർത്ഥം ഇവിടെ ഒരു നിങ്ങൾ വെച്ച ടെലസ്കോപ്പ് നേരെ വളരെ പുറകിലേക്കുള്ള സ്റ്റാറിനെ എന്നുള്ള അർത്ഥത്തിലാണ് അത് എടുക്കുക. നേരെ പിടിച്ചാൽ അതിൽ നിന്നും എത്ര ചെരിഞ്ഞപ്പോഴാണ് പ്ലാനറ്റിലേക്ക് ഫോക്കസ് ചെയ്തത്, ആ ചെരിവ് നിങ്ങൾക്ക് ഇവിടെ അളക്കാം. θ2 എന്ന് പറയുന്ന ഒരു സിമ്പൽ ഞാൻ കൊടുക്കാം. ഇതേപോലെ ബി എന്ന പോയിന്റിൽ നിന്ന് നിങ്ങൾ നേരെ പിടിച്ചതിൽ നിന്ന് എത്ര ചരിച്ചാൽ പ്ലാനറ്റിലേക്കുള്ള ഒബ്സർവേഷൻ കിട്ടും എന്നുള്ള ആംഗിളും, ഇവിടെ ചരിക്കുന്ന ആംഗിളും ഇവിടെ ചരിക്കുന്ന ആംഗിളും നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് തന്നെ മെഷർ ചെയ്യാം. അപ്പൊ θ1ഉം θ2ഉം നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ ആ എക്സ്പെരിമെന്റിൽ നിന്ന്, ആ ഒബ്സർവേഷനിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഈ θ1ഉം θ2ഉം കിട്ടിയാൽ തീറ്റ നമുക്ക് കണ്ടെത്താം. നോക്കുക, ഈ ചിത്രത്തിൽ നിന്ന് ഈ 2 ആംഗിളുകൾ കൂട്ടിയെടുത്താൽ നിങ്ങൾക്ക് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ കിട്ടുമെന്ന് മനസ്സിലാവും. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് θ is equal to θ1 plus θ2. θ1ഉം θ2ഉം നമുക്ക് മെഷർ ചെയ്യാം. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആരെ കിട്ടും? തീറ്റ കിട്ടും. അതുകൊണ്ട് ഈ ചിത്രത്തിൽ നിന്ന് ഡി എന്ന് പറയുന്ന വലിയ ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഒരു വലിയ ആർക്കിന്റെ ഒരു ചെറിയ ഭാഗമായിട്ട് വരും. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എടുത്താൽ ഈ ചിത്രത്തെ എനിക്ക് ഇങ്ങനെ മാറ്റി വരയ്ക്കാം. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി ആൻഡ് ദിസ് ഈസ് തീറ്റ, ദിസ് ഈസ് ക്യാപിറ്റൽ ഡി. യൂസിംഗ് ദ റിലേഷൻ ആംഗിൾ is equal to arc length
by radius, you can write theta is equal to AB by capital D. AB എന്ന് പറഞ്ഞാൽ small letter d ആണ്. So you get theta is equal to D by D, that is capital D is equal to small letter d by theta. You get the distance between the planet and Earth. If star ആണെങ്കിൽ between the star and Earth, you get the distance between planet and Earth. ഓക്കെ ആയല്ലോ. ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. അതിനുള്ള മെത്തേഡിന്റെ പേരാണ് പാരലാക്സ് മെത്തേഡ്. ഓക്കെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇതിൽ ഈ തീറ്റ എങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ആ തീറ്റ ഈ രണ്ട് സൈഡിലുള്ള ആംഗിളുകളും കൂടി ചേർത്താൽ നമുക്ക് കിട്ടും. അപ്പൊ തീറ്റ കിട്ടും, എ ബി എന്ന് പറയുന്ന ഒബ്സർവേഷൻ പോയിന്റുകൾക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കിട്ടും. അതുകൊണ്ട് പ്ലാനറ്റിന്റെയും എർത്തിന്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് ഈസ് കോൾഡ് പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്ലാനറ്റിലേക്കും സ്റ്റാറിലേക്കുമുള്ള ഡിസ്റ്റൻസ് കാണുന്നതിന്റെ കൂടെ തന്നെ ഒരു പ്ലാനറ്റിന്റെ സൈസ്, ഒരു പ്ലാനറ്റിന്റെ ഡയാമീറ്റർ എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ, കണ്ടെത്താൻ നിങ്ങൾക്ക് പാരലാക്സ് മെത്തേഡ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് ഞാൻ അടുത്ത വിശദീകരിക്കുന്നത്. എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു പ്ലാനറ്റിനെ ഒരു പോയിന്റിൽ നിന്ന് ഡിവൈസ് വെച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്യണം എന്ന് വിചാരിക്കും. ആ പ്ലാനറ്റിന്റെ രണ്ട് സൈഡിലേക്കുമുള്ള ഒബ്സർവേഷൻസ് നോക്കുക. പിയിൽ നിന്ന് എ എന്ന് പറയുന്ന സൈഡിലേക്ക് പിടിക്കുന്നു. അതേ ഒബ്സർവേഷൻ ഡിവൈസ് തിരിച്ച് നേരെ ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് ആയ ബി എന്ന പോയിന്റിലേക്ക് പിയിൽ നിന്ന് ഡിവൈസ് ഫോക്കസ് ചെയ്താൽ ഇത് ചെരിച്ച ആംഗിൾ, ഈ ഡിവൈസ് രണ്ട് സൈഡിലേക്കും ഒബ്സർവേഷൻ കിട്ടാൻ വേണ്ടി ചെരിച്ച ആംഗിളെ ഞാൻ ആൽഫ എന്ന് വിളിക്കാം. സ്വാഭാവികമായി എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് ഈ പ്ലാനറ്റിന്റെ ഡയാമീറ്റർ ആവും, ചെറുതായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ഡി എന്ന് കൊടുക്കുകയാണ് കമ്പയർഡ് ടു ദിസ് ഡിസ്റ്റൻസ്. എർത്തിൽ നിന്ന് പ്ലാനറ്റിലേക്കുള്ള അകലം ക്യാപിറ്റൽ ഡി ആണെന്ന് വിചാരിച്ചാൽ ഇതേ പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, ഇതേ റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്ലാനറ്റിന്റെ ഡയാമീറ്റർ കണ്ടെത്താം. ഹിയർ ആംഗിൾ ഈസ് റെപ്രസെന്റഡ് ആസ് ആൽഫ ആൻഡ് arc length is AB. AB is small letter d, diameter of the planet. Then you get the distance capital D. Okay, capital D എന്ന് പറയുന്നത് ചിത്രത്തിലുണ്ട്. Therefore small letter d is equal to alpha into capital D. From this equation you can calculate diameter of the planet. So using parallax method you can measure heavenly distance and also diameters of heavenly objects. It is an indirect method to measure distance. അടുത്തത് ശ്രദ്ധിക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന ഒരു കൺവേർഷൻ ആണ് പറയുന്നത്. represent 1 degree 1 minute 1 second in radians. റേഡിയനില് ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ് തുടങ്ങിയ ആംഗിളിന്റെ യൂണിറ്റുകളെ റെപ്രസെന്റ് ചെയ്യുക. ആദ്യം നമുക്ക് ഒന്നാമത്തെ കൺവേർഷൻ നോക്കാം. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആണ്? 1 degree is equal to how many radian? നമുക്കറിയാവുന്നതാണ് ഡിഗ്രി ആംഗിളിന്റെ യൂണിറ്റ് ആണ്, റേഡിയൻ ആംഗിളിന്റെ പ്ലെയിൻ ആംഗിളിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. പലപ്പോഴും ഡിഗ്രിയെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പൊ കൺവേർഷൻ ആണ് ഞാൻ ഈ നമ്പർ പറയുന്നത്, ശ്രദ്ധിക്കണം. യു നോ 360 degrees is equal to 2 pi radian. That means 1 degree is equal to 2 pi divided by 360. That is 1.745 into 10 to the power minus 2 radian. ഇതാണ് ഒരു ഡിഗ്രിക്ക് തുല്യമായ റേഡിയനിലുള്ള ആംഗിൾ. പലപ്പോഴും ഡിഗ്രിയെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ നമ്പർ കൊണ്ടാണ് ഗുണിക്കേണ്ടത്, മറക്കരുത്. രണ്ടാമത്തെ ആള് നോക്കുക. ഒരു മിനിറ്റ് എത്ര റേഡിയൻ ആണ് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ചേർന്നിട്ടാണ്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഒരു ഡിഗ്രി സമം ഇത്ര റേഡിയൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം 60 മിനിറ്റ് സമം 1.745 into 10 raised to minus 2 റേഡിയൻ ആണെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 1.745
745 into 10 to the power minus 2 divided by 60 radian ആയിരിക്കും. ഓക്കെ അല്ലേ? That is 0.908 into 10 to the power minus 4 radian ആയിരിക്കും. ഇതാണ് ഒരു മിനിറ്റിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്താൽ കിട്ടുന്ന നമ്പർ. അപ്പൊ മിനിറ്റ് കൺവേർട്ട് ചെയ്യേണ്ട പ്രോബ്ലം വരുമ്പോ ഈ നമ്പർ കൊണ്ട് ഗുണിക്കണം. ഡിഗ്രി കൺവേർട്ട് ചെയ്യേണ്ട പ്രോബ്ലം വരുമ്പോ ഈ നമ്പർ കൊണ്ട് ഗുണിക്കണം. ഓക്കെയല്ലോ? ഇനി മൂന്നാമത്തെ, ഒരു സെക്കൻഡ് എത്ര റേഡിയൻ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം 60 സെക്കൻഡുകൾ ചേർന്നാലാണ് ഒരു മിനിറ്റ് ആവുക. അപ്പൊ ഇവിടെ ചെയ്തതുപോലെ തന്നെ ഒരു മിനിറ്റ് എത്രയാണെന്ന് എഴുതി വെച്ചതിന് ശേഷം അതിനെ നിങ്ങൾക്ക് സെക്കൻഡിലേക്ക് മാറ്റിയാൽ ഉത്തരത്തിലേക്ക് പോവാം. One second is equal to how many radian? 1 minute is equal to 2.908 into 10 to the power minus 4 radian ആണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. സോ 60 സെക്കൻഡ് is equal to 2.908 into 10 raised to minus 4 radian. That is 1 second is equal to 2.908 into 10 raised to minus 4 divided by 60. That is equal to 4.847 into 10 to the power minus 6 radian. ഒരു സെക്കൻഡിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ നമ്പർ കൊണ്ടാണ് ഗുണിക്കേണ്ടത്. Now you convert 1 degree, 1 minute and 1 second into radians. ഓക്കെ, നോക്കാം. അടുത്തത് പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് കണ്ടെത്തേണ്ട ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം ഇതാണ്. The moon is observed from two diametrically opposite points A and B on Earth. എർത്തിന്റെ സർഫസിൽ ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകളിൽ നിന്ന് ഒരു എന്താ പറയാ, മൂണിനെ ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് ആയ രണ്ട് പോയിന്റുകളിൽ നിന്ന് മൂണിനെ ഒബ്സർവ് ചെയ്യുകയാണ്. The angle theta subtended at the moon by the two directions of observation is 1 degree 54 minutes. ഭൂമിയുടെ രണ്ട് എൻഡുകളിൽ നിന്ന്, ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് ആയ രണ്ട് എൻഡുകളിൽ നിന്ന് മൂണിലേക്ക് ഒബ്സർവേഷൻ പ്രൊഡ്യൂസ് ചെയ്ത ആംഗിള് 1 ഡിഗ്രിയും 54 മിനിറ്റുമാണെങ്കിൽ ഡയമീറ്റർ ഓഫ് എർത്ത് ഈസ് 1.267 and 10 to the power 7 മീറ്റർ ആണെങ്കിൽ കമ്പ്യൂട്ട് ദ ഡിസ്റ്റൻസ് ഓഫ് ദ മൂൺ ഫ്രം എർത്ത്. ഭൂമിയിൽ നിന്ന് മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് റഫ് ആയിട്ട് ഡാറ്റകൾ ഇങ്ങനെ എഴുതി വെക്കാം. തീറ്റ ഈക്വൽ ടു ആംഗിൾ തീറ്റ എത്രയാണെന്നുള്ളത് 1 ഡിഗ്രി 54 മിനിറ്റ് ആണ്. 1 ഡിഗ്രി 54 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് മാറ്റി എഴുതിയാൽ, മിനിറ്റിൽ മാത്രമായി എഴുതിയാൽ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാ, പിന്നെ ഒരു 54 മിനിറ്റ് ഉണ്ട്. അപ്പൊ ടോട്ടൽ മിനിറ്റ് എത്രയായി? 114 മിനിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആംഗിൾ. മിനിറ്റിനെ റേഡിയൻ ആക്കാൻ നമുക്കറിയാം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2.908 into 10 to the power minus 4 റേഡിയൻ ആണ്. അതുകൊണ്ട് ആംഗിള് റേഡിയനിൽ കിട്ടും. രണ്ട്, ഡയാമീറ്റർ തന്നിട്ടുണ്ട്. രണ്ട് ഒബ്സർവേഷൻ പോയിന്റുകൾക്ക് ഇടയ്ക്കുള്ള അകലം 1.276 into 10 to the power 7 മീറ്റർ ആണ്. എങ്കിൽ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദ്യം. ഫ്രം ഫിഗർ, ഈ ചിത്രം വെച്ചുകൊണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇതാണ് എർത്ത്. ഒബ്സർവ് ചെയ്യുന്ന പോയിന്റുകൾ എ ബി, മൂന്ന് ഈ പോയിന്റിൽ ഉണ്ടാവും. എങ്കിൽ തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് പ്രകാരം സ്മോൾ ലെറ്റർ ഡി ബൈ ക്യാപിറ്റൽ ഡി. ക്യാപിറ്റൽ ഡി ആണ് കണ്ടെത്തേണ്ടത് കേട്ടോ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി ഈക്വൽ ടു സ്മോൾ ലെറ്റർ ഡി ബൈ തീറ്റ. ഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.276 into 10 to the power 7 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ തീറ്റ ആദ്യം മിനിറ്റിൽ എഴുതാം 114 ഇൻറ്റു മിനിറ്റിനെ റേഡിയൻ ആക്കാൻ 2.908 into 10 raised to minus 4. Okay, so you get distance between earth and moon is 3.849 into 10 raised to 8 meter. Using parallax method, you measure the distance from earth to moon. Okay, the problem നോക്കുക. Problem number 2. When the planet Jupiter is at a distance of 824.7 million kilometers from the earth, its angular diameter is measured to be 35.72 seconds of arc. Calculate
ദ ഡയാമീറ്റർ ഓഫ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ എന്ന് പറയുന്ന പ്ലാനറ്റ് ഭൂമിയിൽ നിന്നും 824.7 മില്യൺ കിലോമീറ്റർ അകലെയാണ്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ് കേട്ടോ. ഇറ്റ്സ് ആംഗുലർ ഡയാമീറ്റർ, അത് ഭൂമിയുടെ ഒബ്സർവേഷൻ പോയിന്റുമായി പ്രൊഡ്യൂസ് ചെയ്ത ആംഗിൾ 35.72 സെക്കൻഡ് ആണ്. കാൽക്കുലേറ്റ് ഡയാമീറ്റർ ഓഫ് ജൂപ്പിറ്റർ. അങ്ങനെയെങ്കിൽ ജൂപ്പിറ്റർ എന്ന് പറയുന്ന പ്ലാനറ്റിന്റെ ഡയാമീറ്റർ എത്രയായിരിക്കും? നമുക്കൊരു ചിത്രപ്രകാരം ഇങ്ങനെ വരയ്ക്കാം. ഭൂമിയുടെ സർഫസിൽ നിന്നുകൊണ്ട് ജൂപ്പിറ്ററിനെ ഒബ്സർവ് ചെയ്യുന്ന 2 പോയിന്റുകൾക്കിടയ്ക്ക് വരുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. 35.72 സെക്കൻഡ്. ജൂപ്പിറ്ററും എർത്തിന്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 824.7 മില്യൺ കിലോമീറ്റർ ആണ്. നമുക്കതിനെ മീറ്ററിലേക്ക് മാറ്റണം. അങ്ങനെയെങ്കിൽ ജൂപ്പിറ്ററിന്റെ ഡയാമീറ്റർ എത്രയായിരിക്കും എന്നത്? യു നോ തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ക്യാപിറ്റൽ ഇതിൽ കിട്ടേണ്ടത് സ്മോൾ ലെറ്റർ ഡി ആയതുകൊണ്ട് ഡി ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ഇൻറ്റു തീറ്റ. നോക്കി, തീറ്റയ്ക്ക് പകരം ആൽഫ എന്നുള്ള ആംഗിൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏത് സിമ്പിൾ ആയാലും പ്രശ്നമുള്ളതൊന്നല്ല. യു ഗെറ്റ് ക്യാപിറ്റൽ ഡി 824.7 മില്യൺ കിലോമീറ്റർ. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 10�6 മീറ്റർ എന്നാണ് അർത്ഥം. 10�5 1 ലക്ഷമേ ആകുന്നുള്ളൂ. 10�6 10 ലക്ഷം. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 10⁻³ ഇൻറ്റു. ഇനി വേണ്ടത് എന്താ? തീറ്റ, ആംഗിൾ. എത്രയാണത്? 35.72 സെക്കൻഡ് ആണ്. സെക്കൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനെ റേഡിയനിലേക്ക് മാറ്റിയാൽ ഇൻറ്റു. സെക്കൻഡിന് റേഡിയൻ ആക്കാൻ ഗുണിക്കേണ്ട നമ്പർ എത്രയാ? 4.847 ഇൻറ്റു 10⁻⁻6 ആണ്. ഇപ്പൊ ആംഗിൾ റേഡിയനിലായി, ഡിസ്റ്റൻസ് മീറ്ററിലുമായി. സോ യു ഗെറ്റ് diameter of Jupiter D is equal to 1.428 into 10⁸8 meter. From parallax method, you find diameter of the planet Jupiter. It is an indirect method. Okay. നോക്കാം. ഇനി ലെങ്ത് അളക്കുന്ന ചില പ്രാക്ടിക്കൽ യൂണിറ്റുകളെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്പെഷ്യൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് അളക്കുന്ന ചില പ്രത്യേക യൂണിറ്റുകളാണ്. ഒന്ന് ഫെർമിയാണ്. ചെറിയ അകലങ്ങളാണ് ആദ്യം പറയുന്നത്. സ്മോൾ ഡിസ്റ്റൻസ്. ഫെർമി എന്ന് പറയുന്ന ന്യൂക്ലിയസിനുള്ള ഡിസ്റ്റൻസ് പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഉണ്ട്. 1 ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻⁻15 മീറ്റർ. ഫെംറ്റോമീറ്റർ എന്ന പേരിലും നമുക്കിതിനെ വിളിക്കാം. കാരണം ഒരു ഫെംറ്റോമീറ്റർ ഇതേ അളവാണ്. 1 ഫെംറ്റോമീറ്റർ ഈസ് ഈക്വൽ ടു 1 ഫെർമി. 1 ആങ്സ്ട്രോം ആറ്റത്തിന്റെ ഉള്ളിലെ സൈസ് ഒക്കെ പറയാൻ, ഡിസ്റ്റൻസ് ഒക്കെ പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്. ആങ്സ്ട്രത്തിന്റെ സിമ്പൽ ഇതാണ്. എക്ക് മുകളിൽ ഒരു ഡിഗ്രി പോലെയുള്ള സിമ്പൽ കൊടുക്കുക. 1 ആങ്സ്ട്രോം ഇസ് ഈക്വൽ ടു 10⁻⁻10 മീറ്റർ ആണ്. അതേപോലെ വലിയ ഡിസ്റ്റൻസുകൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ആളുകളാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.496 into 10⁻11 മീറ്റർ ആണ്. ഈ കൺവേർട്ടിംഗ് നമ്പറുകൾ നമ്മൾ ഭൂമിക്കും സൂര്യനും ഇടയ്ക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് എടുത്താൽ ഈ ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആ വിലയാണ് 1 AU equal to 1.496 into 10⁻11 മീറ്റർ. സെക്കൻഡ് വൺ ഈസ് ലൈറ്റ് ഇയർ. പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരത്തെ വിളിക്കുന്ന പേരാണ് ലൈറ്റ് ഇയർ. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന ആളാണ് ലൈറ്റ്. അത് ഒരു വർഷത്തിൽ സഞ്ചരിച്ച മൊത്തം ദൂരത്തെ നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് എടുത്താൽ ആ യൂണിറ്റിന്റെ പേരാണ് ലൈറ്റ് ഇയർ. വളരെ വലിയൊരു യൂണിറ്റ് ആണ്. ഗാലക്സികളിലേക്കുള്ള, സ്റ്റാറുകളിലേക്കുള്ള അകലങ്ങളെയൊക്കെ കുറിച്ച് പറയാനാണ് ഈ വലിയ ലെങ്ത്തിന്റെ യൂണിറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. 1 ലൈറ്റ് ഇയർ ഇസ് ഈക്വൽ ടു 9.46 into 10⁻15 മീറ്റർ ആണ്. 10⁻15 ആണ്. മറക്കണ്ട. Then the largest unit of length is parallactic second. Parsec എന്ന് വിളിക്കാറുണ്ട്. ഗാലക്സികളിലേക്കുള്ള അകലങ്ങൾ പറയാനാണ് പ്രധാനമായിട്ട് അത് ഉപയോഗിക്കുന്നത്. And 1 parallactic second is equal to 3.08 into 10⁻16 മീറ്റർ ആണ്.
ഏകദേശം 3.26 ലൈറ്റ് ഇയറുകൾ ചേർന്നാലാണ് ഒരു പാർസെക് എന്ന് പറയുന്ന യൂണിറ്റ് ലെങ്ത്തിന്റെ യൂണിറ്റ് നമ്മൾ എടുക്കാറുള്ളത്. ദീസ് ആർ ദ സ്പെഷ്യൽ യൂണിറ്റ്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ലെങ്ത്. അടുത്തത് മാസ് അളക്കുന്ന യൂണിറ്റുകളാണ്. മെഷർമെന്റ് ഓഫ് മാസ്. മാസ് അളക്കാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന ചില യൂണിറ്റുകളാണ് ചെറുതും വലുതുമായിട്ടുള്ളത്. 1 AMU അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്ന ആറ്റങ്ങളുടെ ഈ മാസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ യൂണിറ്റ് ഉണ്ട്. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 1U എന്നാണ് അതിന് സിമ്പിൾ കൊടുക്കാറ്. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് വില. 1.66 × 10⁻27 കിലോഗ്രാം ആണ്. നമ്മൾ AMU എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാറ്? 1/12 to the mass of 1 carbon-12 atom. കാർബൺ 12 ആറ്റത്തെ 12 ഭാഗങ്ങളാക്കി മാറ്റിയാൽ അതിൽ ഒരു ഭാഗത്തിന്റെ മാസിനെ വിളിക്കുന്ന പേരാണ് 1 അറ്റോമിക് മാസ് യൂണിറ്റ്. ഇത് കിലോഗ്രാമിൽ എഴുതിയാൽ ഇത്ര ഉണ്ടായിരിക്കും. മാസ് അളക്കാനുള്ള ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ്. 1 സോളാർ മാസ്. വലിയ മാസ് അളക്കാനുള്ള ഒരു വേറെ യൂണിറ്റ് ആണ്. സൂര്യന്റെ മാസ് വെച്ചുകൊണ്ട് പറയാറുണ്ട്. സൂര്യന്റെ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 10⁻38 കിലോഗ്രാം ആണ്. 1 ടൺ നമുക്ക് കേട്ടുള്ള പരിചയമാണ്. കിൻഡല്, ടെന്ന് തുടങ്ങിയത്. ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. ഏറ്റവും വലിയ യൂണിറ്റ് ആണ് മാസ് അളക്കാനുള്ളത് ചന്ദ്രശേഖർ ലിമിറ്റ്, CSL, ചന്ദ്രശേഖർ ലിമിറ്റ്. ഏകദേശം 1 ടൈംസ് സോളാർ മാസിനെ വിളിക്കുന്ന പേരാണ് ഒരു ചന്ദ്രശേഖർ ലിമിറ്റ്. സോളാർ മാസ് എത്രയാ? 2 × 10⁻38. അതിന്റെ 1.4 ഇരട്ടി എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ ഗുണിച്ചിട്ടാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2.8 × 10⁻38 കിലോഗ്രാം, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് മെഷറിംഗ് മാസ്. മെഷർമെന്റ് ഓഫ് ടൈം. ടൈം അളക്കുന്ന ചില പ്രാക്ടിക്കൽ യൂണിറ്റുകളാണ്. സമയം അളക്കുവാനുള്ള വലിയ യൂണിറ്റുകളെ കുറിച്ചും ചെറിയ യൂണിറ്റുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മില്ലേനിയം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് സമയം അളക്കാൻ യൂസ് ചെയ്യാറുണ്ട്. 1000 വർഷങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് മില്ലേനിയം. 100 വർഷങ്ങളാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കാറുള്ളത്? സെഞ്ചുറി എന്നാണ് വിളിക്കാറുള്ളത്. ലുനാർ മന്ത് സമയം അളക്കാനുള്ള വേറൊരു യൂണിറ്റ് ആണ്. മൂൺ എർത്തിന് ചുറ്റും ഒരു തവണ കറങ്ങി വരുവാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് ലുനാർ മന്ത്. ഏകദേശം ഭൂമിയിലെ ദിവസം എടുക്കുകയാണെങ്കിൽ 27.3 ദിവസത്തോളം അത് എടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഷെയ്ക്ക് ആണ്. സമയം അളക്കാനുള്ള ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഷെയ്ക്ക്. 1 ഷെയ്ക്ക് is equal to 10⁻18 സെക്കൻഡ് ആണ്. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫിസിക്സ്. ഞാൻ അതിന്റെ നോട്ട് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. കൂടെ ഒരു അസൈൻമെന്റും ചെയ്യുന്നുണ്ട്. അസൈൻമെന്റ് ചെയ്ത് നോട്ട് ബുക്കിൽ എഴുതി വെക്കുക, നോട്ടും പകർത്തി വെക്കുക. ഓക്കെ, താങ്ക് യു.